നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഭഗവാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭഗവാൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പല പുസ്തകങ്ങളിലും പലതരത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് വിഷ്ണു പുരാണത്തിലെ വ്യാഖ്യാനമാണ്. അത് പ്രകാരം പറയുകയാണെങ്കിൽ 6 ഭഗങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഭഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. അപ്പം ഐശ്വര്യം എന്ന് വെച്ചാൽ സർവ്വതിനെയും പാലിക്കുവാനും അതിൻ്റെ അധിപതിയായിരിക്കുവാനുള്ള ശക്തി, അതാണ് ഐശ്വര്യം. വീര്യം എന്ന് പറയുന്നത് ശത്രുക്കളെ ജയിക്കാനുള്ള മനോഭാവം. അപ്പോൾ ഇവിടെ ശത്രുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമാണ്. ഇതിൻ്റെ ശത്രുത എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെ അധീനത്തിലാക്കാനുള്ള ശക്തി. യശസ് എന്ന് പറയുന്നത് മഹിമ വർദ്ധിക്കുമ്പോഴാണ് യശസ് ഉണ്ടാവുന്നത്. ജ്ഞാനം, പൂർണ്ണമായിട്ടുള്ള അറിവ്. വൈരാഗ്യം എന്ന് പറയുന്നത് വിഷയസുഖങ്ങളിലുള്ള വിരക്തി. ശ്രീ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ആചാരങ്ങളും ശുഭലക്ഷണങ്ങളും പാലിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് ശ്രീ. ഈ 6 ഭഗങ്ങളും പൂർണ്ണമായിട്ടുള്ള ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്.